നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്തു. നമുക്ക് അടുത്ത മാസം എന്ത് ശമ്പളം കിട്ടും, അല്ലെങ്കിൽ വർഷാവസാനം എൻ്റെ ശമ്പളം എത്രയായിരിക്കും? അതൊരു നല്ല ചോദ്യമാണ്. ഒരു ഓൺ ആൻ ആവറേജ് സാലറി ഇപ്പോഴത്തെ ഇന്ത്യൻ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്കങ്ങനെ ഒരു ജനറലൈസ്ഡ് വാല്യൂ പറയാൻ സാധിക്കില്ല. കാരണം ഈ സാലറി പാക്കേജിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത് ഈ എംപ്ലോയീസായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം നമ്മളൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണൽ പോളിസി അല്ലെങ്കിൽ അവരുടേതായ കുറച്ച് പോളിസീസ് ഉണ്ട്. അവരൊരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ ആ ക്യാമ്പസിൽ കൊടുക്കുന്ന സാലറി പാക്കേജ് ഏതാണ്ട് മുന്നേ കൂട്ടി ഫിക്സ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ടയർ 2 എന്ന് പറയുന്ന കോളേജുകളോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു 6 to 9 lakhs അല്ലെങ്കിൽ ഒരു 7 to 9 lakhs പെർ ആനോ ഒക്കെ ആയിരിക്കും മാക്സിമം അവർ കൊടുക്കുന്ന പാക്കേജ്. അതിൻ്റെ കാരണം ഇപ്പം നമുക്കറിയില്ല, കോളേജിൽ നിന്ന് നമ്മൾ കുട്ടികളെ എടുക്കുന്നു, അവർ ചിലപ്പോൾ നന്നായി പെർഫോം ചെയ്യുമോ, അവർക്ക് ഇനി ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർ ഡ്രോപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, കമ്പനിക്ക് അറിയില്ല. അപ്പോൾ കമ്പനി അങ്ങനെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പം അത്ര താല്പര്യം കാണിക്കില്ല. എങ്കിൽ പോലും 7 to 9 lakhs ബിഗിനർ സ്റ്റേജിൽ നമുക്ക് സാലറി കിട്ടുന്നുണ്ട് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇനി അതുകൂടാതെ ഇപ്പോൾ നമ്മൾ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും നമ്മുടെ ടാലൻറ്റും നമ്മുടെ സ്കില്ലും എല്ലാം ശരിക്കും മെഷർ ചെയ്യുകയും ഓരോ കാൻഡിഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സാലറി പാക്കേജ് വളരെയധികം മേളിലേക്ക് വരികയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലാസ്റ്റ് മന്ത് ഞാൻ ഒരു ജോബ് പോസ്റ്റിംഗ് കണ്ടതാണ്. ഒരു ഫേമസ് കമ്പനിയാണ്, പേര് പറയുന്നില്ല. അവർ 18 lakhs പെർ ആനമാണ് ഒരു ഫ്രഷറിന് സാലറി ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ഒരു ഓൺ ആൻ ആവറേജ് എങ്ങനെ വന്നാലും 7 to 9 lakhs ബിഗിനർ സ്റ്റേജിന് കിട്ടുന്നുണ്ട്. സം കമ്പനീസ് നല്ല ടയർ 1 നിൽക്കുന്ന കമ്പനീസ് കാൻഡിഡേറ്റ് വളരെ കേപ്പബിളായ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 18 lakhs 24 lakhs പെർ ആനം പാക്കേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ടിപ്പിക്കലി കാൻഡിഡേറ്റും കമ്പനിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറാണ്. എങ്ങനെ വന്നാലും ഓൺ ആൻ ആവറേജ് എന്നോട് ചോദിച്ചാൽ ഞാൻ മിനിമം ഒരു 7 to 9 lakhs പെർ ആനം എന്തായാലും ലഭിക്കും ബിഗിനറിനെന്ന് ഉറപ്പ് പറയാൻ സാധിക്കും.